ഹായ് ഹലോ. നെല്ലിക്ക വാങ്ങിയത് മുതൽ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ പുറപ്പെടുന്നു. ഇന്നാണ് അതിന് സമയം കിട്ടിയത്. നെല്ലിക്ക ജ്യൂസിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. മുൻപൊക്കെ അച്ഛൻ ഒരുപാട് കഴിച്ചതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഇത് അധികം അങ്ങോട്ട് കഴിക്കുന്നതും നല്ലതല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നെല്ലിക്കേൻ്റെ ഗുണങ്ങൾ ഇതിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മളെ പല്ലിനും എല്ലിനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മലബന്ധം അകറ്റാനും ഒക്കെ ഇത് ഗുണപ്രദമാണ്. അതുപോലെ വൈറ്റമിൻ സി ഒരുപാടുണ്ട് എന്ന് കേൾക്കുന്നു. അത് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകും. പിന്നെ അതൊന്നും അല്ലാതെ നമുക്ക് വിശപ്പകറ്റിയിട്ട് ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് വളരെ നല്ലതാണ്. അധിക ആൾക്കാരും കുറച്ച് വണ്ണമുള്ള അവരൊക്കെ ഇത് ഡെയിലി കുടിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിലി ഇത് കഴിക്കുമ്പോൾ അതും ദോഷമാണെന്നും പറയുന്നുണ്ട്. എന്താണോ ഇതിൻ്റെ ശരിയായ ഇത് അറിയുന്നവരൊന്ന് കമൻ്റായി ഇടണേ. അപ്പോൾ ഞാനിത് നെല്ലിക്കയൊക്കെ കുരുവൊക്കെ മാറ്റി ചെറിയ കഷ്ണാക്കി മുറിച്ച് അതിലൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടാണ് ഒരിത്തിരി വെള്ളം ചേർത്ത് അടിച്ചെടുത്തത്. നന്നായി അടിച്ചെടുത്ത് ഇതിനി അങ്ങോട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു 4 നെല്ലിക്കയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലോണം അടിച്ച് ഒരു സ്പൂണ് വെച്ച് പിഴിഞ്ഞെടുക്കുക. പിണ്ടി മാറ്റിയിട്ട് സ്പൂണ് വെച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കുക. പിന്നെ ഇത് 2 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാനാണ് ഞാനിതെടുത്തത്. ഇത് പിന്നെ ഇവിടെ ഞാനും അമ്മയും മാത്രമാണല്ലോ. അപ്പോൾ അത്ര മതി. നിങ്ങൾ ആൾക്കാർ കൂടുതലുള്ളതിനനുസരിച്ചിട്ട് നെല്ലിക്കേൻ്റെ എണ്ണമൊക്കെ കൂട്ടാം. പിന്നെ എന്ത് സംഭവം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഡെയിലി അങ്ങോട്ട് കഴിക്കാനൊന്നും നിൽക്കരുത്. എല്ലാം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പക്ഷെ അത് ഒരു സംഭവം നല്ലതാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കരുത്. ഇതാ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരും കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാന്താരി മുളകും കൂടിയും ചേർത്താൽ അതും കൂടുതൽ ഗുണമാണ്. കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഇവിടെ കാന്താരി മുളകൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലകത്ത് അങ്ങോട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് കുടിക്കുമ്പം വയറിളകാനും അതേപോലെ തന്നെ BP ഒക്കെ ഡൗൺ ആവാനും ചാൻസ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ഉപ്പ് ചേർത്താണ് ഇത് കഴിക്കാൻ പോകുന്നത്. ചിലരൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിക്കുന്നുണ്ട് എന്നും അറിയാം. അപ്പോൾ ഇത് 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് നേർപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. അപ്പം പിന്നെ എല്ലാവരും ഇതൊന്ന് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്ക്. എല്ലാ ഭക്ഷണവും നമ്മളെ ശരീരത്തിൽ വേണമല്ലോ. അപ്പം പിന്നെ എല്ലാവരും ട്രൈ ചെയ്യണേ. കർക്കിടക മാസത്തിൽ മരുന്ന് ചികിത്സയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഇതൊന്ന് കഴിച്ച് വയറൊക്കെ ശുദ്ധീകരിക്കുന്നത് നല്ലതാണ്. താങ്ക് യു.